ഞാൻ ആദ്യമേ നിങ്ങൾ 2-3 കാര്യം ആലോചിക്കണം. ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു, ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. ശരിയല്ലേ? 2, CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധമായ ഒരു ബാന്ധവമുണ്ട്. 3, CPM എന്നുള്ള പാർട്ടി ജീർണത നേരിടുകയാണ്. ഇത് 3 ഇപ്പോൾ ശരിവെച്ചില്ല. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്ന് എന്നോട് ഇതുപോലെ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പേരൊക്കെ വന്നോളും പുറത്ത്. 2, 3, 4 പേരൊക്കെ പുറത്ത് വരും. ഇപ്പോൾ ഇനിയും പേര് പുറത്ത് വരാനുണ്ട് ഉപജാപക സംഘത്തിൽ, അത് വരും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കാഫിർ വിവാദം, സ്ക്രീൻഷോട്ട് വിവാദം 1. 2, ഈ ADGP-യെ ദൂതനായി വിട്ട് RSS നേതാവിനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി സന്ദേശം കൊടുത്തത്. 3, തൃശ്ശൂർ പൂരം കലക്കിയത്. ഇത് 3ഉം CPM-ന്റെ കപട മതേതരത്വത്തിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. 3ഉം കാഫിർ വിവാദം എന്താ ചെയ്ത്? ഭിന്നിപ്പുണ്ടാക്കാൻ, രാഷ്ട്രീയമായി, സാമൂഹ്യമായി, മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത സംഭവം. അത് എക്സ്പോസ്ഡായി. 2, BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു മെസ്സേജ് ഉദ്യോഗസ്ഥൻ വഴി കൊടുത്ത്. 3, ആ മെസ്സേജിൻ്റെ ഭാഗമായി, അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായി പോലീസിനെ കൊണ്ട് തൃശ്ശൂർ പൂരം കലക്കാം, എന്നിട്ടൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJP-യെ സഹായിക്കുക. ഈ 3 സംഭവങ്ങളും ഇവരുടെ സ്യൂഡോ സെക്യുലറിസമാണ് ഇവർക്കുണ്ടായിരുന്നത്, കപട മതേതരത്വമാണ്. അതേ അവസരത്തിൽ BJP എന്താ പറയുന്നത്? എപ്പോഴും വിശ്വാസം, ദൈവം, അമ്പലം, ആചാര അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടി നോക്കിയത്. എക്സ്പോസ്ഡായി ഇവർ 2 പേരും. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ ഒരു പൊസിഷനിങ് ആണ് ഇക്കാര്യത്തെക്ക് വെച്ച്. ഇപ്പോൾ CPM നേരിടുന്നത് ജീർണതയാണ്. 10 ദിവസമായിട്ട് ഒരു ഭരണകക്ഷി MLA വന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെല്ലുവിളിക്കുകയാണ്. മിണ്ടാൻ പറ്റുന്നില്ല. പഴയ CPM ആണെങ്കിൽ ഇതാണോ? പഴയ CPM ആണെങ്കിൽ ഇങ്ങനെയാണോ? മിണ്ടാൻ പറ്റുന്നില്ല. അയാൾ ചെയ്തത് ശരിയാണ്, ഇയാൾ ചെയ്തത് ശരിയാണ്, മറ്റത് അന്വേഷിക്കാം, മറിച്ചത് അന്വേഷിക്കാം എന്നല്ലാതെ നോ, ഇത് ശരിയല്ല, ഈ പറയുന്നത് ശരിയല്ല, ഇത് അവാസ്തവമാണ്, ഇത് തെറ്റാണ്, സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ്, അടിസ്ഥാനരഹിതമാണ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ജീർണതയുടെ ഏറ്റവും വലിയ അടയാളം. അല്ല, പക്ഷേ എല്ലാ മന്ത്രിമാരും സ്പീക്കർ അടക്കം ഈ കൂടിക്കാഴ്ച വ്യക്തിപരമാണ്, അതിൽ തെറ്റില്ലാതെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ 2 പേരോട് 2 നിലപാട്. EP ജയരാജനോട് കാണിച്ച അതേ നിലപാടല്ല ഈ കാര്യത്തിൽ ADGP-യോട് കാണിച്ചത്. ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് കേരളത്തിലെ അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ RSS-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ട് ഔദ്യോഗിക വാഹനം മാറ്റി സ്വകാര്യ വാഹനത്തിൽ ഒരു RSS നേതാവിൻ്റെ കൂടെ ഒരു ഇടനിലക്കാരനെയും കൊണ്ടുപോയി 1 മണിക്കൂർ സംസാരിക്കുന്ന എന്ത് വ്യക്തിപരോ? അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എന്താണ് സംസാരിക്കുന്നത്? സിമ്പിളാണ്, ലളിതമാണ് മറുപടി. 2ാമത്തെ കാര്യം, താങ്കളുടെ ചോദ്യം കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നതിൻ്റെ പേരിൽ ജയരാജനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ദത്താത്രേയ ഹൊസബലയെ കാണാൻ വേണ്ടി ദൂതരെ വിട്ട മുഖ്യമന്ത്രി അതേ കസേരയിലിരിക്കുന്നു. ദൂതരായി പോയ ADGP-യും അതേ കസേരയിലിരിക്കുന്നു. ഇരട്ടത്താപ്പാണ്. ജയരാജനോട് കാണിച്ചത് അനീതിയാണ്. ഇതാണെങ്കിൽ അല്ലേ? ഹേമ കമ്മിറ്റി അന്വേഷിക്കും, അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ പുറത്തു വരട്ടെ. നേരത്തെ സ്വർണ്ണക്കടത്ത് ആവിയായി പോയി, കൊടകര കോഴൽപ്പണം ആവിയായി പോയി. ഇനി RSS ADGP നേരിട്ട് ബന്ധമുള്ള RSS അതും കൂടി വന്നാൽ നിയമസാധ്യതയിലേക്ക് പ്രതിപക്ഷത്തിന്റെ പോരാട്ടം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് ആദ്യത്തെ ഗവൺമെന്റിനെതിരായി സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം ഉണ്ടായി. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലെ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കും. അതിൻ്റെ നേതാവ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സീനിയർ IAS ഓഫീസറാണ്. അയാൾ ജയിലിൽ പോയി. 2 കേസ് ജയിലിൽ പോയി. 2 കേസ് ജയിലിൽ പോയി. ഒരു കേസ് 100 ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് കുറച്ച് ദിവസം വിശ്രമിച്ച് അടുത്ത കേസിൽ ജയിലിൽ പോയി. സ്വർണ്ണക്കള്ളക്കടത്താണ്. ഇപ്പോൾ 2ാമത്തെ ടൈമിലെ ഗവൺമെൻറ്റിനെതിരെ നേരിടുന്നതും സെയിമായിട്ടുള്ള കാര്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട്. 8 കൊല്ലമായല്ല. സ്വർണ്ണം കള്ളക്കടത്തി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 3ാമത്തേത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ 2 കൊലപാതകങ്ങൾ, പിന്നെ കൈക്കൂലി, അങ്ങനെ തുടങ്ങി നിരന്തരമായ ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ മിണ്ടിയിട്ടില്ല. ഞാനിങ്ങനെ വന്നിരിക്കുന്ന പോലെ എന്ത് കൊതിയാണെന്നറിയാമോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ പാവങ്ങൾക്ക്.
ഒരു ചോദ്യം ചോദിക്കുക നമ്മളൊക്കെ ഷാർജയിൽ അവസാനത്തെ ചോദ്യം- വെച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നത്.